ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വേദപഠന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. ദ ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ്. അതായത് അപ്പോസ്തലന്മാർ ചെയ്ത പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം. എല്ലാ അപ്പോസ്തലന്മാരും പ്രവർത്തിച്ച പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെ ശുശ്രൂഷകളെ പറ്റി, ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മിഷൻ യാത്രയെ പറ്റി അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുപോലെ മറ്റ് മേഖലകളിൽ മിഷൻ ശുശ്രൂഷകളിലൂടെ കടന്നുപോയ മറ്റ് അപ്പോസ്തലന്മാരെ, പ്രത്യേകിച്ച് സഭയുടെ നെടുംതൂണുകളായ പത്രോസ്, പൗലോസ് അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കിയുള്ള അപ്പോസ്തലന്മാരുടെ ആരംഭ സമയത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം, ഇവരുടെ പെന്തിക്കോസ്തിയുടെ ആ ദിവസത്തെ കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊന്നും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ആദ്യ പകുതിയോളം പത്രോസ് അപ്പോസ്തലന്റെയും തുടർന്ന് പകുതിയിലധികം ഭാഗം പൗലോസ് ശ്ലീഹായുടെയും ശുശ്രൂഷകളെ പറ്റിയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി ആരാണ് എഴുതിയത് എന്ന് കണ്ടെത്താനായിട്ട് വേദപണ്ഡിതന്മാർ പരിശ്രമിക്കുമ്പോൾ അവരാദ്യത്തെ വചനം, അതിലെ അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്ന 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ്. ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത്. തെയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അപ്പൊ ആരെ അഭിസംബോധന ചെയ്താണ് ആരംഭിക്കുന്നത്? തെയോഫിലോസെ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയ വ്യക്തി തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എഴുതിയതായിട്ട് ഒരു വ്യാഖ്യാനം കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഈ തെയോഫിലോസ് ആരാണെന്ന് ഇന്നേ വരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വേദപണ്ഡിതന്മാര് വേറൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. തെയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവ സ്നേഹിതൻ എന്നാണ്. അപ്പോൾ തെയോഫിലോസ് എന്ന ആ വാക്ക് ഉപയോഗിച്ചത് ദൈവ സ്നേഹിതരായ ഒരു കൂട്ടം ആളുകളെ ഉദ്ദേശിച്ചാണ് ഇത് എഴുതിയതെന്ന് ഒരു വ്യാഖ്യാനം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ട് തരത്തിലാണ്. ഒന്നുമില്ലെങ്കിൽ തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത് എഴുതി, അല്ലെങ്കിൽ ദൈവ സ്നേഹിതർ എന്ന ഒരു സന്ധ്യയിൽ ഉൾപ്പെടുത്തി ഒരു കൂട്ടം ആളുകൾക്ക്, ദൈവത്തെ അനുഗമിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി എഴുതി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ആരെഴുതി എന്ന് കണ്ടെത്താൻ സുവിശേഷങ്ങളുടെ ആരംഭങ്ങൾ വായിച്ചാൽ അതിൽ ഒരു സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ഇതേ അഭിസംബോധനയോടുകൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ തെയോഫിലോസെ എന്നുള്ള അഭിസംബോധനയോടുകൂടെ ഒരു സുവിശേഷം ആരംഭിക്കുന്നുണ്ട്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാമോ? വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ.
വിശുദ്ധ ലൂക്കോസിന്റെ ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. ഉണ്ടോ? അപ്പോ ലൂക്കോസ് സുവിശേഷകൻ എവൻഗേലിയസ്ത, അദ്ദേഹം ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: തെയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അതായത് യേശുവിന്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ, അതാണ് സുവിശേഷം. പ്രത്യേകിച്ച് സമവീക്ഷണ സുവിശേഷങ്ങൾ വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ്, പിന്നീട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം. ഇത് യേശുവിന്റെ ജനനം മുതൽ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങളും രേഖപ്പെടുത്തുകയും പിന്നീട് യേശുവിന്റെ മരണം, ഉദ്ധാനം, സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ. അത് പല സുവിശേഷങ്ങളിലും പല രീതികളിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒന്നാമത്തെ ഉത്തരം വിശുദ്ധ ലൂക്കോസ് ആണ് അത് എഴുതിയതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ആർക്കാണ് എഴുതിയതെന്ന് തെയോഫിലോസ് എന്നൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ദൈവസ്നേഹിതൻ എന്ന അർത്ഥമുള്ളത് കൊണ്ട് ദൈവസ്നേഹിതരായ ഒരു കൂട്ടം ആളുകളെയോ ഒക്കെ ആയിരിക്കാമെന്ന് ഇങ്ങനെ ഒരു അനുമാനമുണ്ട്. തെയോഫിലോസ് എന്നൊരു വ്യക്തിയെ ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുമില്ല എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇത് എഴുതിയ കാലഘട്ടം AD 70 ഇത് എഴുതിയതെന്ന് വിശ്വസിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം AD 68 പൂർത്തീകരിക്കുകയും 68 മുതൽ 70 വരെയുള്ള കാലയളവിൽ ഈ അപ്പോസ്തല പ്രവർത്തികൾ എഴുതപ്പെട്ടു എന്നും വേദപണ്ഡിതന്മാര് അഭിപ്രായപ്പെടുകയാണ്. ഇതിന്റെ ഉള്ളടക്കം 5 തിരിക്കുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ സ്വർഗാരോഹണ ശേഷം യെരൂശലേമിൽ ശിഷ്യന്മാരും വിശ്വാസികളും ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ്. അതിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ, 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ സ്വർഗാരോഹണ ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന അപ്പോസ്തലന്മാരും അവരുടെ കൂടെ ആദിമ സഭയിലെ വിശ്വാസികളും ചേർന്ന് ചെയ്യുന്ന ദൈവികമായ ശുശ്രൂഷകളെ പറ്റിയാണ് ആദ്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത് 6-ാം അധ്യായം മുതൽ 8-ാമത്തെ അധ്യായം വരെ മാനസാന്തരം വർദ്ധിച്ച് വരികയും സഭയിലേക്ക് അനേകർ സുവിശേഷം കേട്ട് സഭയിലേക്ക് ചേരുകയും ചെയ്യുമ്പോൾ സഭയെ യഹൂദന്മാര് കൊടിയ പീഡകളിലൂടെ കടത്തിവിടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. 6-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ സുവിശേഷം കേട്ട് മിഷൻ ശുശ്രൂഷകളിലൂടെ അനേകർ, പ്രത്യേകിച്ച് പത്രോസ് ലീഹായുടെ ഒക്കെ പ്രസംഗം കേട്ട് ആയിരങ്ങൾ സഭയിലേക്ക് ചേരുകയും, എന്നാൽ ഇതിൽ കലി പൂണ്ട് അല്ലെങ്കിൽ യഹൂദന്മാരുടെ നിലനിൽപ്പ് ഇനി പ്രയാസമാകുമോ എന്നുള്ള ഒരു ഭീതി പൂണ്ട് അന്നത്തെ മത നേതൃത്വം പരിശുദ്ധ സഭയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും സഭയിൽ കൊടിയ പീഡകൾ അഴിച്ചുവിടുകയും ചെയ്യുന്നതാണ് 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പരിശുദ്ധനായ പത്രോസ് ലീഹ നടത്തുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെയാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. പിന്നീട് 13 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് ലീഹ അദ്ദേഹത്തിന്റെ മാനസാന്തരം, പിന്നീട് അദ്ദേഹത്തിന്റെ 3 മിഷൻ യാത്രകൾ, അവയാണ് ഈ 13 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. 5-ാമത്തെ ഭാഗം പൗലോസ് ലീഹ മിഷൻ യാത്രകൾക്ക് ശേഷം റോമിലേക്ക് നടത്തുന്ന യാത്രയും അതോടൊപ്പം തന്നെ റോമിൽ നടത്തുന്ന അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളുമാണ് കണ്ടെത്താനായിട്ട് സാധിക്കുക. 21-ാം അധ്യായം മുതൽ
28 വരെയുള്ള അധ്യായങ്ങൾ. അപ്പൊ 5 ഭാഗങ്ങളാണ്. 1 മുതൽ 5 വരെ യെരൂശലേമിൽ ശിഷ്യന്മാരും ആദിമ ക്രൈസ്തവ വിശ്വാസികളും ചെയ്ത പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ സഭയിൽ സുവിശേഷ പ്രഘോഷണം നടക്കുമ്പോൾ അനേകർ യഹൂദന്മാരും വിജാതീയരും എല്ലാം സഭയിലേക്ക് ചേരുകയും അതിൽ ഭീതി പൂണ്ട് അല്ലെങ്കിൽ അതിൽ വൈരാഗ്യവും അസൂയയും പൂണ്ട് യഹൂദന്മാര് സഭയെ ഉപദ്രവിക്കുകയും പീഡ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ്. പിന്നീട് 9 മുതൽ 12 വരെയുള്ള ഭാഗം 3-ാമത്തെ ഘട്ടം പത്രോസ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണവും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളുമാണ്. 4-ാമത്തെ ഘട്ടം 13-ാം അധ്യായം മുതൽ 20 വരെയുള്ള ഭാഗങ്ങളാണ്. അത് പൗലോസ്ലീഹായുടെ പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ മിഷൻ യാത്രകളും വിജാതീയരുടെ മാനസാന്തരവും ഒക്കെയാണ് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇതൊക്കെ പറയുമ്പോൾ തന്നെ സ്തേഫാനോസിന്റെ പ്രസംഗമുണ്ട്, ഫിലിപ്പോസ് എമ്മാസിന്റെ ശമരിയായുള്ള ശുശ്രൂഷയുണ്ട്. അതിനൊന്നും വിസ്മരിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നീട് 5-ാമത്തെ ഭാഗം നേരത്തെ പറഞ്ഞല്ലോ, മിഷൻ യാത്രകൾക്ക് ശേഷം റോമിലേക്ക് യാത്ര തിരിക്കുന്ന പൗലോസ്ലീഹായുടെ ശുശ്രൂഷകളെ പറ്റി, റോമിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി, യാത്രയെ പറ്റിയൊക്കെയാണ് എഴുതി വെക്കുന്നത്. 21-ാം അധ്യായം മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ. ഇതാണ് ആമുഖമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ കാര്യങ്ങളെ പറ്റി പറയുവാനായിട്ട് ഉള്ളത്. തുടർന്ന് ഇനി നമ്മൾ 1-ാം അധ്യായം മുഴുവനായും 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. 1-ാം വാക്യം നമ്മൾ നോക്കിയതാണല്ലോ, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതില്ല. 2-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാമോ? 2-ാം വാക്യം മുതൽ 5 വരെ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. മതി. അതായത് യേശുക്രിസ്തു ഉദ്ധാനം ചെയ്തതിന് ശേഷം 40 നാളുകളിൽ യേശു എന്താ ചെയ്തിരുന്നതെന്ന് നമുക്ക് സുവിശേഷങ്ങൾ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. യേശു ശിഷ്യന്മാരെ അവര് ഭയപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുമ്പോൾ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി അവർക്ക് ദൈവിക സമാധാനം കൊണ്ട് അവരുടെ ഹൃദയം നിറയ്ക്കുകയും പിന്നീട് അവരെ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹപ്പെടുത്തുകയും അതിനുശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം നൽകുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവൻ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അതെല്ലാം നമുക്ക് സുവിശേഷത്തിൽ കണ്ടെത്താൻ സാധിക്കും. അതായത് ആദ്യം യേശുക്രിസ്തു ഇവര് കൂടിയിരിക്കുന്നിടത്ത് അവരുടെ നടുവിലേക്ക് അടച്ചിട്ടിരിക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് യേശു തന്റെ കൈകളും കാലുകളും വിലാപ്പുറവും കാണിച്ചു കൊടുത്ത് താൻ ഉദ്ധാനം ചെയ്തിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് അടുത്ത ആഴ്ച തോമാസ് ലീഹ ഇല്ലാത്തത് കൊണ്ട് തോമാസ് ലീഹ സംശയം പ്രകടിപ്പിക്കുമ്പോൾ തോമാസ് ലീഹായും കൂടെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ യേശു വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഇടയിൽ പ്രത്യക്ഷനാകുകയും തോമാസ് ലീഹായോട് നിന്റെ വിരൽ എന്റെ വിലാപ്പുറത്ത് വെക്കുക എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഭാഗമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും പത്രോസ് ലീഹ പിന്നീട് ജീവിക്കാൻ നിർവാഹമില്ലാതാകുമ്പോൾ വിശപ്പ് കയറുമ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോടും കൂടെയുള്ളവരോടൊക്കെ ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ കൂടെയുള്ളവരും ഞങ്ങൾ നിന്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞ്, അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കൂടെ ഇറങ്ങുകയാണ്. അവസാനം പണ്ട് ഉപേക്ഷിച്ച വലയും വള്ളവും ഒക്കെ അവര് വീണ്ടും പൊടിതട്ടി എടുക്കുകയാണ്. അതായത് മീൻ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാമെന്നുള്ള ആ വചനമൊക്കെ മറന്ന് പഴയ ജോലിയിലേക്ക് വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു രാത്രി മുഴുവനും അവര് അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ പുലർക്കാലത്തിൽ യേശു ദൃഷ്ടാന്തങ്ങളാൽ അടയാളങ്ങളാൽ ഒക്കെ യേശു കടൽക്കരയിൽ വെച്ച്
അവർ പിടിക്കാത്ത മീൻ അവിടെ അവർക്ക് വേണ്ടി ചുട്ട് ക്രമീകരിക്കുന്നു. അവരുണ്ടാക്കാത്ത അപ്പം അവർക്ക് വേണ്ടി ക്രമീകരിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇത് വന്ന് ഭക്ഷിക്കുവാനായിട്ട് അവരോട് പറയുന്നു. ഇതൊക്കെ ഇങ്ങനെ യേശു പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ ശിഷ്യന്മാരുടെ കൂടെ നടന്നതുപോലെ തന്നെ യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷവും യേശു ഇവരുടെ കൂടെ നടക്കുന്നുണ്ട്. എമ്മാവുസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ, അവരുടെ പുറകെ നടക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. അവരോട് സംസാരിച്ച് അവരുടെ ഹൃദയ കണ്ണുകളെ തുറക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പരിശുദ്ധ ദൈവമാതാവിന് തീർച്ചയായിട്ടും യേശു പ്രത്യക്ഷനായിട്ടുണ്ടാകും. സുവിശേഷങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടില്ല, തീർച്ചയായിട്ടും അത് പ്രത്യക്ഷനായിട്ടുണ്ടാകും. മഗ്ദലേന മറിയത്തിന് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന കാര്യം സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ യേശു തമ്പുരാൻ 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് യേശു ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് യേശു മരിക്കുന്നതിന് മുൻപേ കൊടുത്ത മുന്നറിയിപ്പാണ്. അത് മാത്രമല്ല, പഴയ നിയമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രവചനങ്ങൾ, യോവേൽ പ്രവാചകനിലും അതുപോലെ യെഹെസ്കേലിലും ഒക്കെ ഉള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ആഹ്വാനം യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം യേശു പറയുന്നു, ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറയുകയാണ്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ആ വാക്കുകൾക്ക് പൂർണ്ണമായിട്ടും ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അപ്പോസ്തലന്മാര് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്ന ഭാഗമാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. 6-ാം അധ്യായം മുതൽ 6-ാമത്തെ വാക്യം മുതൽ പിന്നീട് അങ്ങോട്ട് 11-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാമോ? 6-ാമത്തെ വാക്യം മുതൽ 11 വരെ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതേ എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തേ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവർ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ സുവിശേഷങ്ങളിൽ കാണാത്ത വിധത്തിലുള്ള ഒരു വിവരണമാണ് നമുക്ക് ഇതിന്റെ ആദ്യ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. യേശു സ്വർഗാരോഹണം ചെയ്തു പോകുന്നത് എവിടെ നിന്നാണെന്നൊക്കെ ഉള്ളൊരു വിവരണം ഈ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനു മുമ്പ് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശുവിനോട് വീണ്ടും ശിഷ്യന്മാർ, യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. അവര് ഒലിവ് മലയിൽ ഇരുന്ന് യെരൂശലേമിലെ നോക്കി യേശു ഇങ്ങനെ വിലപിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ സമയത്ത് ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നിന്റെ വരവിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലഘട്ടം എപ്പോഴായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ആണ് യേശു വിശുദ്ധ മത്തായി 24-ലും വിശുദ്ധ മർക്കോസ് 13-ലും വിശുദ്ധ ലൂക്കോസ് 21-ലുമെല്ലാം അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അക്കമിട്ടി ഇട്ട് നിരത്തി അത് വൃത്തിയായിട്ട് കർത്താവ് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രവചനം നടത്തി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഈ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനം ആക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ അത് യേശു മറുപടി പറയുകയാണ്. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളതല്ല. അതായത് ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം
സൂക്ഷിക്കുന്ന ദൈവമാണ്. പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന ദൈവമാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തുന്നവനല്ല ദൈവം. പ്രത്യേകിച്ച് നമ്മൾ ഈ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകിച്ച് പെസഹായുടെ സമയത്ത് നമ്മൾ പാടാറില്ലേ, രഹസ്യം രഹസ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും എന്ന് നമ്മുടെ പിതാക്കന്മാരെ എഴുതി വെച്ച ഒരു ആരാധനാ ഗീതമാണ്. അത് ചൊല്ലിക്കൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഇത് രഹസ്യമാണ്. അതായത് യേശു ഈ അപ്പവീഞ്ഞങ്ങളിലേക്ക് തന്നെ താഴ്ത്തി ഇറക്കി വരുന്നത് രഹസ്യമാണ്. ഇത് വിശ്വാസത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണേണ്ട ഒരു രഹസ്യമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം യേശു പിന്നീട് പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദിയായിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റങ്ങളോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോ ഈ രാജ്യം എപ്പോ വരും എന്നതിനെ പറ്റി ആകുലപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല യേശു ശിഷ്യന്മാരോട് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും നമുക്കറിയാം ഇത് അന്ത്യകാലഘട്ടമാണ്, യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതെല്ലാം ഓർത്തൊരു റൂമിൽ അടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കാനായിട്ടല്ല കർത്താവ് നമ്മളോട് പറയുന്നത്. പ്രാർത്ഥിക്കണം. അതിന്റെ കൂടെ നമ്മളെ ഏൽപ്പിക്കുന്ന ചില നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങൾ കുടുംബജീവിതമായിരിക്കാം, പൗരോഹിത്യമായിരിക്കാം, സന്യസ്ത ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ആതുര ശുശ്രൂഷകളായിരിക്കാം. ഈ ശുശ്രൂഷകളിൽ പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്യണമെന്ന് ഒരു നിർദ്ദേശം കർത്താവ് തരുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് നവീന ശുശ്രൂഷകരൊക്കെ പെന്തിക്കോസ് സഭകളൊക്കെ ഇങ്ങനെ 2000 ആകുമ്പോഴത്തേക്കും യേശു വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കുറെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം 2000 ആണ്ട് തികയുന്ന അന്ന് യേശു രണ്ടാമത് വരും. അതുകൊണ്ട് കൂടിയിരുന്ന് അവര് പ്രാർത്ഥിക്കുന്നു. പക്ഷെ യേശു വരവ് കാണാത്തത് കൊണ്ട്, സമൂഹത്തെ വീണ്ടും ഫേസ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് അവർ മുഴുവനും ജീവിതം അവസാനിപ്പിച്ചതിനെ പറ്റിയൊക്കെ വായിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തെറ്റായ രീതികളിലേക്ക് പോകാനല്ല, രണ്ടാമത് ദൈവം വരും, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ അതിന് നമ്മൾ ഒരുങ്ങിയിരിക്കുക, പ്രാർത്ഥനാപൂർവ്വം അതിനു വേണ്ടി കാത്തിരിക്കുക, നമ്മളെ ഏൽപ്പിച്ച നിയോഗങ്ങൾ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അല്ലാതെ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇന്ന ദിവസമാണോ, ഇന്ന മണിക്കൂറിലാണോ, ഇന്ന വർഷത്തിലാണോ ഒന്നും ചിന്തിച്ച് വെറുതെ ഭാരപ്പെട്ടിരിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരോട് പറയുന്നത്, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പിന്നെയോ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്നിട്ട് യെരൂശലേമിലും യെഹൂദിയായിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റങ്ങളോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ആലോചിച്ച് നോക്കിയ അപ്പോസ്തലന്മാര് പെന്തിക്കോസ്തിക്ക് മുന്നേ ഉള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബലഹീനരായ മനുഷ്യർ. ഇപ്പോ പത്രോസ്ലീഹ പറയുന്നില്ലേ, മീൻ പിടിക്കാൻ പോകാം, ഒരു പ്രത്യാശ പോലും ഇല്ലാത്ത ഒരു അവസ്ഥ, പിന്നീട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥ. പക്ഷെ പെന്തിക്കോസ്തിക്ക് ശേഷം അങ്ങനെയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും പിന്നീട് യെഹൂദിയായാലും പിന്നീട് ലോകം മുഴുവനും എൻ്റെ സാക്ഷികളായി തീരുമെന്ന് യേശുക്രിസ്തു ഈ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുന്നത്. ഇതേ ഒരു ഭാഗം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം ആരംഭ ഭാഗത്ത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കന്യക മറിയാം ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നുണ്ട്, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അതായത് ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എങ്ങനെ ജീവിക്കാൻ പറ്റും? യേശു ജീവിച്ചതുപോലെ, യേശു സ്നേഹിച്ചതുപോലെ, യേശു ക്ഷമിച്ചതുപോലെ, യേശു സഹിച്ചതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പലരും ചോദിക്കുന്നത് എനിക്ക് കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാനും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എങ്ങനെ ഇതൊക്കെ ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റും എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇത് നിനക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. യേശു സ്നേഹിച്ച അതേപോലെ സ്നേഹിച്ച അനേകരെ പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. യേശു സഹിച്ചതുപോലെ തന്നെ
ക്രൂശിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ച അപ്പോസ്തലന്മാരെ പലരെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിലും വലിയ കൊടിപീടകളിലൂടെ, അതായത് ശരീരം മുഴുവനും ഈ ത്വക്ക് മുഴുവനും വലിച്ച് കീറി ആ മാംസം പുറത്ത് കാണുന്ന രീതിയിൽ അവരെ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്ന മർക്കോസ് സുവിശേഷകനെ 4 സൈഡിലേക്ക് 4 കുതിരകളെ നിർത്തിയിട്ട് ആ കുതിരയുടെ കാലുകളിൽ കയറ് കൊണ്ട് ബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ കൈകാലുകൾ 4 സൈഡിൽ കെട്ടിയിട്ട് ഒരേ സമയത്ത് അടിച്ച് കുതിരകളെ ഓടിക്കുകയാണ്. അങ്ങനെ 4 സൈഡിലേക്ക് പിച്ച് ചീന്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് മർക്കോസ് എവൻഗേലിസ്തായിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റിയവർക്ക്? ഇതെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് ഇവര് സഹിക്കുന്നത്. അന്ത്രയോസ് മരിക്കുന്നത് എക്സ് ആകൃതിയിലുള്ള ഒരു കുരിശിലാണെന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം പിന്നെ ഒന്നും ഭയപ്പെട്ടിട്ടോ ഭാരപ്പെട്ടിട്ടോ പിറുപിറുത്തിട്ടോ ഒന്നുമല്ല ഇവര് ഈ സഹനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവര് ചിരിച്ചും സന്തോഷിച്ചും ഒക്കെയാണ് അവര് ഈ ശുശ്രൂഷയിലേക്ക്, അതായത് ഇവരുടെ ജീവിതത്തെ സഹനത്തിന്റെ അവസ്ഥയിലേക്ക് കടത്തിവിടാൻ ആയിട്ട് അവർ അനുവദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശക്തി ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥ ഒരു ക്രൈസ്തവ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് കർത്താവായ യേശു പറഞ്ഞ വചനങ്ങൾ പാലിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. ഒരു ജഡീക മനുഷ്യന്, ഒരു ലോക മനുഷ്യന് യേശു പറഞ്ഞത് അനുസരിക്കാൻ എത്ര പരിശ്രമിച്ചാലും സാധിക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഈ ജഡത്തിന്റെ തിന്മകളായിരിക്കാം പലരും ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ ഈ ജഡീക തിന്മകളൊന്നും ചെയ്യാതെ ജീവിക്കാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ. ചിലപ്പോൾ ചിലർക്ക് മദ്യപാനമായിരിക്കാം. മദ്യപാനം നിർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താനായിട്ട് പറ്റുന്നില്ല. ചിലവർക്ക് നാവ് നിയന്ത്രിക്കാൻ കഴിയാത്തതായിരിക്കും. അതായത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഏഷണിയും മലിനമായ സംസാരങ്ങളൊക്കെ നടത്തുന്നവരായിരിക്കാം. അവരുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, അതൊക്കെ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സാധിക്കില്ല. അതേപോലെ ചിലർക്ക് ജഡീക തിന്മകളായിരിക്കാം, വ്യഭിചാരം, അതുപോലെ സ്വയഭോഗം, സ്വർഗഭോഗം, ഇങ്ങനെയുള്ള മേഖലകളിൽ തകർച്ചകളായിരിക്കാം. ഈ തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഈ മേഖലകളിലെല്ലാം നമുക്ക് വിടുതൽ ഉണ്ടാകാനും ഈ ജഡത്തെ നിയന്ത്രിക്കാനും ഈ ജഡത്തെ ദൈവികമായ വഴികളിലൂടെ മുന്നോട്ട് നയിക്കാനും കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. ആ ശക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ നാളുകളിലെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. നാളെ ഈ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്, പെന്തക്കോസ്ത് ശുശ്രൂഷയിലേക്ക്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ രാത്രി കഴിയുന്നത്രയും സമയം ഇരുന്ന് പ്രാർത്ഥിച്ച, ദൈവമേ നിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് എന്നെ നിറച്ച് എൻ്റെ ശരീരത്തെ, അതിൻ്റെ തെറ്റായ മേഖലകളെ നിയന്ത്രിക്കാനും അതിന്മേൽ ആധിപത്യം ലഭിക്കുവാനും, അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സ്, നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മനസ്സിലൂടെ എന്തെല്ലാം തിന്മകളാ കയറിപ്പോകുന്നത്, എത്ര അശുദ്ധിയുടെ ചിന്തകളാ കയറിപ്പോകുന്നത്, എത്ര ഈ വെറുപ്പും വിദ്വേഷവും പകയും പിണക്കും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയ്ക്ക് വിടുതൽ ഉണ്ടാകണ്ടേ? ഈ അവസ്ഥയ്ക്ക് വിടുതൽ ഉണ്ടാകണം. ഇപ്പോ പെന്തക്കോസ്തിയുടെ ഈ കാത്തിരിപ്പിന്റെ നാളുകളിലൊക്കെ ഒരിക്കലും ഒരു പിതാവ് പ്രസംഗിക്കുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയാണ് ഈ അപ്പോസ്തലന്മാരെ ഒരുക്കിയതെന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അതായത് അപ്പോസ്തലന്മാരുടെ ആ സമയത്തെ മനോഭാവം എന്താന്ന് ചോദിച്ചാൽ, അവർക്ക് ആശ്രയമായിരുന്ന, അവർ ശരണപ്പെട്ടിരുന്ന, അവർ അഭയപ്പെട്ടിരുന്ന യേശുവിനെ വകവരുത്തിയ മത നേതൃത്വത്തോടും യഹൂദന്മാരോടൊക്കെ കഠിനമായ വെറുപ്പിലും അവരുടെ നാശം കാണാൻ ഉള്ള ആഗ്രഹത്തോടും കൂടെയാണ് അപ്പോസ്തലന്മാരായിരുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഈ ഭയം, ഭീരുത്വം ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മുന്നോട്ടുള്ള വഴികൾ അറിയില്ല. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഇവർ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ഇവർക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല, അതുപോലെ തന്നെ ഇവർക്ക് പകയില്ല, പിണക്കവുമില്ല. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നില്ല. പിന്നീട് ഇവരുടെ മനസ്സിന് പോലും വലിയ പുതുക്കം ഉണ്ടാവുകയാണ്. ഒരു അശുദ്ധ ചിന്തകളും ഇല്ലാത്ത വിധം പുതിയ ഒരു മനസ്സിന്റെ ഉടമകളായിട്ട്, ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ
ദാഹത്തോടുകൂടെ ഈ ആത്മാവിന്റെ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി നമ്മളും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കാനായിട്ട് പറഞ്ഞവൻ നമ്മുടെ മേലെ ഈ അഭിഷേകം, ഈ ശക്തി പകർന്നു തരുവാനായിട്ട് ഇടയായി തീരും. ആരൊക്കെ ആത്മാർത്ഥമായിട്ട് കാത്തിരുന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് നിങ്ങളോടത് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. കാത്തിരുന്നപ്പോഴെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യം അനുഭവിക്കാനും ഈ അഭിഷേകമൊക്കെ പ്രാപിക്കുവാനും ഒക്കെ ദൈവം പല സമയങ്ങളിൽ സാഹചര്യങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, ആത്മാർത്ഥമായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈ അഗ്നി അഭിഷേകം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ പറ്റിയുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതി വെക്കുന്നത്. അവർ കാണുക അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. അതായത് യേശു ഏലിയ സ്വർഗത്തിലേക്ക് രഥത്തിൽ എടുക്കപ്പെട്ടതുപോലെ യേശു ഒരു റോക്കറ്റ് പോലെ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു പോവുകയും മേഘം വന്ന് അത് മറയ്ക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ അപ്പോസ്തലന്മാര് ഇങ്ങനെ മുകളിലേക്ക് ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുമ്പോൾ 2 മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാണ് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയവൻ രണ്ടാമതും വരും. അപ്പോ യേശുവിന്റെ സ്വർഗാരോഹണ സമയത്ത് തന്നെ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി ഉള്ള പ്രഖ്യാപനവും ഉണ്ടാവുകയാണ്. ഇത് ആരെ വെളിപ്പെടുത്തുന്നേ? മാലാഖമാരാണ് വന്ന് പറയുന്നത്. മാലാഖമാർ വന്ന് പറയണമെങ്കിൽ അത് ആര് കൽപ്പിച്ചിട്ടാണ്? ദൈവപിതാവ് കൽപ്പിച്ചിട്ടാണ്. അപ്പൊ സ്വർഗം വെളിപ്പെടുത്തുകയാണ്, യേശു ഈ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയ അതേപോലെ തന്നെ രണ്ടാമത് വരും. രണ്ടാമത്തെ വരവിനെ പറ്റിയൊക്കെ സുവിശേഷങ്ങളിലും വെളിപാട് പുസ്തകത്തിലൊക്കെ അതിന്റെ വളരെ വൃത്തിയായ രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, വളരെ ഗഹനമായ രീതിയിൽ കർത്താവിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് യേശു രണ്ടാമത് വരും. ഈ ലോക മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല, അവന്റെ വചനം കേട്ട് അവൻ പറയുന്ന വഴികളിലൂടെ ജീവിക്കുന്നവരെ സ്വർഗത്തിലേക്ക് താൻ പോയ ഇടത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് യേശു കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിൽ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പിതാക്കന്മാര് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഇതെല്ലാം വെളിപ്പെടുത്തിയത് ആരാണ്? ഒന്ന്, ഇതിപ്പോ പിതാവാണ് വെളിപ്പെടുത്തുന്നത്. 2, യേശു തന്നെ സുവിശേഷങ്ങളിൽ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. 3, വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തൃത്വം തന്നെ ഈ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി, അന്ത്യന്യായവിധിയെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. പിന്നീട് 12 മുതൽ താഴത്തേക്ക് വായിക്കുമ്പോൾ ഈ യേശുവിന്റെ അപ്പോസ്തലന്മാര് യേശു പറഞ്ഞതിന് പരിപൂർണമായിട്ടും വിധേയപ്പെട്ട് യെരൂശലേമിലേക്ക് മടങ്ങി പോവുകയാണ്. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പൊ എവിടെയാണ് സ്വർഗാരോഹണം നടന്നത്? സ്വർഗാരോഹണം, യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോകുന്നത് എവിടെ വെച്ചാണ്? ഒലിവുമല. ഒലിവ് മലയിൽ വെച്ചാണ്. ഒലിവ് മലയിലാണ് യേശു ശിഷ്യന്മാരെ കൂട്ടി വരുത്തുന്നത്. ഒലിവ് മലയിൽ വെച്ച് യേശു സ്വർഗാരോഹണം ചെയ്യുന്നു. ഒലിവ് മലയിൽ നിന്ന് ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു ശബ്ബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മല വിട്ട് യെരൂശലേമിലേക്ക് അവർ മടങ്ങിപ്പോയി. അതായത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴി ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ജീവിതത്തിൽ ശാബത്ത് ദിവസം അവർക്ക് ഇത്ര അടി ദൂരമേ നടക്കാൻ പാടൂ എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അത് ദൈവം കൊടുത്ത നിയമമൊന്നുമല്ല. യഹൂദന്മാരെ ഈ മതപണ്ഡിതന്മാരോട് ഇവരുടെ മേൽ അടിച്ചേൽപ്പിച്ച കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ശാബത്തിന് എതിരാണെന്ന് ചോദിച്ചാൽ ശാബത്തിന് ഒരിക്കലും യേശു എതിരല്ല. കാരണം ഒരു ശാബത്തിൽ പോലും യേശു പള്ളിയിൽ പോകാതിരിക്കുന്നില്ല, യേശു പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല, അതുപോലെ തന്നെ യേശു ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്യാതിരിക്കുന്നില്ല. എല്ലാ ശാബത്തിലും യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
യേശു ദൈവപിതാവിനോട് ചേർന്നിരിക്കുകയാണ്. അന്ന് മറ്റൊരു അധ്വാനത്തിനും യേശു പോകുന്നില്ല. പക്ഷേ യഹൂദന്മാര് പറഞ്ഞു വെക്കുന്ന കുറെ തെറ്റായ രീതികൾക്ക് എതിരായിട്ട് യേശു ആഞ്ഞടിക്കുന്നുണ്ട്. അതായത് ഈ കടക്കിയെടുത്ത് നടക്കുക, അതായത് ഇത്ര വെയിറ്റിൽ കൂടുതൽ എടുക്കാൻ പാടില്ല, ഒരു വടി കുത്തി നടന്നാൽ നിലം ഉഴുതു മറയ്ക്കുന്നതിന് തുല്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതായത് 2000 അടി മാത്രമേ നടക്കാൻ പാടൂ. അതായത് നമ്മുടെ ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ താഴെ ദൂരമേ അവർക്ക് നടക്കാൻ അനുവാദമുള്ളൂ. അങ്ങനെയുള്ള കുറെ നിയമങ്ങൾ ഇവർ അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിനെതിരെ കർത്താവ് ശക്തമായിട്ട് നിൽക്കുന്നുമുണ്ട്. ശാബത്ത് ആചരിക്കണ്ട എന്നുള്ളത് അല്ല കർത്താവ് അത് തരുന്നത്. ശാബത്ത് ആചരിക്കണം, അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കണം. യേശു ശാബത്ത് ആചരിച്ചിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൊക്കെ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. അവൻ പതിവ് പോലെ ശാബത്തിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു എന്ന് 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലായിരിക്കും, 16 അല്ലെങ്കിൽ 17 എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ വായിക്കുമ്പോൾ യേശു ശാബത്തിനെ ആചരിക്കുന്നതായിട്ട് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ശാബത്ത് ദിവസത്തെ വഴിദൂരം എന്ന് പറയുമ്പോൾ 2000 കാലടി വെക്കുന്നതാണ് ഒരു ശാബത്ത് വഴിദൂരം എന്ന് പറയുന്നത്. അതായത് 1 കിലോമീറ്ററിൽ താഴെ എന്നാണ് ബൈബിൾ വ്യാഖ്യാനം നടത്തുന്നവർ അതിനെപ്പറ്റി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവര് മടങ്ങി യെറൂശലേമിലേക്ക് പോന്നു. യെറൂശലേമിൽ എത്തി അവർ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് താഴത്തെ വാക്യങ്ങളിൽ കണ്ടെത്താൻ സാധിക്കും. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. അത് സെഹിയോൻ മാളികയാണ്, അതല്ലെങ്കിൽ മർക്കോസിന്റെ വീടാണ്. മർക്കോസിന്റെ വീട്ടിലെ ഒരു വലിയ ഒരു ഹാളിലേക്കാണ് അവര് കടന്നു പോകുന്നത്. അവിടെ പിന്നീട് ആരൊക്കെയാണ് സമ്മേളിക്കുന്നത് എന്നാണ് 13-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങളിൽ. അതായത് യൂദാസ് ഒഴികെ ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും ഉണ്ട്. യൂദാസ് അതിന് മുന്നമേ മരിച്ചു പോകുന്നുണ്ടല്ലോ. ബാക്കി യൂദാസ് ഒഴികെ 11 അപ്പോസ്തലന്മാര് ഉണ്ട്. പിന്നെ 14-ാമത്തെ വാക്യത്തിൽ യാക്കോബിന്റെ സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പൊ അപ്പോസ്തലന്മാർക്ക് പുറമെ അവിടെ ഉണ്ടായിരുന്നത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കറിയാം സുവിശേഷത്തിൽ യേശുവിനോട് ചേർന്ന് നടക്കുന്ന കന്യക മറിയം അല്ലാതെ കുറെ സ്ത്രീകളെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനകത്ത് മഗ്ദലേന മറിയമുണ്ട്, യാക്കോബിന്റെ അമ്മ മറിയമുണ്ട്, പിന്നെ അങ്ങനെ യോസെ, അങ്ങനെ കുറെ സ്ത്രീകളുടെ ഒരു വിവരണം നമുക്ക് സുവിശേഷങ്ങളിൽ കണ്ടെത്താൻ സാധിക്കും. ആ സ്ത്രീകളും യേശുവിന്റെ അമ്മയായ മറിയമും അവന്റെ സഹോദരന്മാർ, അതായത് യൗസേപ്പിന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന മക്കൾ, അതാണ് യേശുവിന്റെ സഹോദരന്മാരെന്ന് പറയുന്നത്, അവരും ഒക്കെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ കൂടിയിരുന്ന് അവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത്, ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ മത്തായി 18-ാം അധ്യായം 19-ഉം 20-ഉം ഒന്ന് വായിക്കാമോ? വിശുദ്ധ മത്തായി 18-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 18-ാം അധ്യായം 19, 20 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 18-ന്റെ 19, 20. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു 2 കാര്യങ്ങളാണ് യേശു ഇവിടെ പറയുന്നത്. ഒന്ന്, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. അതായത് 2 വ്യക്തികൾ ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രചോദന പ്രകാരം ഏക മനസ്സോടെ ഐക്യത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു പറയുകയാണ്, അത് ദൈവഹിതമാണെങ്കിൽ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിലായതുകൊണ്ട് തീർച്ചയായിട്ടും അതെന്താണ്, അത് ദൈവഹിതമായിരിക്കും, തീർച്ചയായിട്ടും അവർക്കത് ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഐക്യത്തിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വെളിപ്പെടുമെന്ന് യേശു പറഞ്ഞത് ആർക്കുകൂടെ അറിയാം? സാത്താനും അറിയാം. അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച്, കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ?
ഭാര്യ ഭർത്താക്കന്മാർ ഒരു മനസ്സോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധമായിട്ട് ലഭിക്കുമെന്ന് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് സാത്താൻ ആദ്യം തന്നെ എവിടേക്ക് ഇറങ്ങി വരുന്നത്? ഒരു കുടുംബത്തിലേക്കാണ്. അവരുടെ ഐക്യവും അവരുടെ ഇടയിലുള്ള മനപ്പൊരുത്തവും അവരുടെ ഇടയിലുള്ള സ്നേഹവും കളഞ്ഞു കുടിക്കുക ആദ്യം ചെയ്യുന്നത്. അപ്പൊ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയാത്ത വിധം സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അത് കുടുംബത്തിലാകാം, അതുമല്ലെങ്കിൽ പള്ളിയിലാകാം. അതായത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പള്ളിയിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങും, ഒരു സംശയമില്ല. പക്ഷെ അതുകൊണ്ട് എന്താ? പള്ളിയിൽ ഭിന്നത ഉണ്ടാക്കും, ഗ്രൂപ്പിസം ഉണ്ടാക്കും പിശാച്. ചില പൈശാചിക മനുഷ്യരെ ഉപയോഗിച്ച് എന്ത് ചെയ്യും? പള്ളിയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കും. എന്നിട്ട് ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെതിരെ നിൽക്കും. പ്രാർത്ഥിക്കുമ്പോഴും എന്താണ്? ഈ ഗ്രൂപ്പിസമൊക്കെ മനസ്സിൽ നിന്നുകൊണ്ട് ഈ വെറുപ്പിലും വിദ്വേഷത്തിലാണ് നിൽക്കുന്നത്. അവിടെ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുമോ? ഒരിക്കലും ഇറങ്ങില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവത്തിന്റെ അനുഗ്രഹവും അഭിഷേകവും ഇറങ്ങുന്നത്. അതുകൊണ്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തകർക്കാൻ ആര് പരിശ്രമിക്കും? സാത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഒരു ബോധ്യം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കുടുംബത്തിൽ നിന്നും അതുപോലെ സമൂഹത്തിൽ നിന്നൊക്കെ ഈ ഐക്യത്തെ എടുത്തു കളയാൻ പിശാച് പരിശ്രമിക്കും. കാരണം ഐക്യമുള്ളിടത്ത്, ഒരു മനസ്സോടുകൂടെ ദൈവത്തെ ആശ്രയിക്കുന്നിടത്ത് ദൈവത്തിന്റെ വലിയ കൃപകൾ വെളിപ്പെടുവാനായിട്ട് ഇടയാകുമെന്ന് യേശു തന്നെ വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത് കർത്താവ് പറയുന്നുണ്ട്, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ട്. അപ്പൊ ഇവര് ഈ അപ്പോസ്തലന്മാരും അമ്മയും അതുപോലെ തന്നെ യേശുവിന്റെ സഹോദരന്മാരും സ്ത്രീകളും ഒക്കെ ചേർന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ആരുണ്ട്? യേശു ഇത് പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ആരുണ്ട്? യേശു ഉണ്ട്. യേശു അവിടെ അവരുടെ അദൃശ്യനായി യേശു അവരുടെ മധ്യമുണ്ട്. നമ്മൾ പള്ളിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആരുണ്ട്? അവിടെ യേശു ഉണ്ട്. അത് അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുക്കമില്ലാത്തതുകൊണ്ടാണ്. യേശുവിനെ കാണണമെന്നുള്ള ഒരു ദാഹത്തോടു കൂടെയാണ് വരുന്നതെങ്കിൽ എന്തെങ്കിലും മരിച്ചു പോകുന്നതിന് മുമ്പ് ആ ബലിപീഠത്തിന്റെ അരികിൽ യേശുവിനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ ആ ഒരു ദാഹത്തോടു കൂടെ ആയിരിക്കണം പള്ളിയിൽ വരുന്നത്. മറ്റെന്ത് കാര്യത്തിന് വേണ്ടി വന്നാലും ആരെ കാണാൻ പറ്റില്ല? യേശുവിനെ കാണാൻ പറ്റില്ല. ബാക്കിയെല്ലാം കാണാനും പ്രവർത്തിക്കാനും പറ്റും. പക്ഷെ യേശുവിനെ കാണാനായിട്ട് സാധിക്കുകയില്ല. അതിനുശേഷം താഴത്തേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം അവര് എത്ര എണ്ണം ഒക്കെ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ അവിടെ കൊടുക്കുകയാണ്. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. അതായത് അപ്പോസ്തലനായ പത്രോസ് ഈ സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രചോദനത്താൽ ഈ 120ഓളം പേരവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ഒരു വലിയൊരു പ്രഘോഷണം നടത്തുകയാണ്. വചനങ്ങളെല്ലാം കോട്ട് ചെയ്ത് വെച്ച് ഒരു പ്രഘോഷണം നടത്തുകയാണ്. അത് നിങ്ങൾ വായിച്ചാൽ മതി. അത് വേറൊന്നുമല്ല, അവരുടെ ഇടയിൽ അപ്പോസ്തല പദവി ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനത്തിലേക്ക് ദൈവം വിളിച്ച് 12 അപ്പോസ്തലന്മാരുടെ ഗണം ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ എത്രയേ ഉള്ളൂ? 11 പേരേ ഉള്ളൂ. യൂദാസ് തന്റെ അപ്പോസ്തലനായി ജീവിക്കാനുള്ള നിയോഗം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ സ്ഥലം ഇപ്പൊ എന്താണ്? ഒഴിവായി കിടക്കുകയാണ്. ഇതുവരെ വല്ലാതെ ഭാരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് ഇപ്പൊ പത്രോസ്ലീഹായുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. 12ാമനായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കണം. അതിനവര് ഒരു മാനദണ്ഡം വെക്കുന്നുണ്ട്. 21ാമത്തെ വാക്യം, ആ 12ാമത്തെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ യൂദാസിന് പകരമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്കുണ്ടാകേണ്ട കുറച്ച് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. 21ാമത്തെ വാക്യം വായിക്കാമോ? 21, 22 വായിച്ചേ. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അപ്പൊ എന്താണ്? 2 കാര്യങ്ങളാണ് പറയുന്നത്. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായിരിക്കണം.
രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യോഹന്നാൻ യോർദാൻ നദിയിൽ വെച്ച് യേശുവിന് മാമോദീസ കൊടുത്ത ആ ഒരു കാലഘട്ടം മുതൽ പിന്നീട് അങ്ങോട്ട് യേശു ചെയ്ത എല്ലാ പ്രവർത്തികളും കണ്ട് യേശുവിന്റെ വചനങ്ങൾ കേട്ട് നടന്ന ശിഷ്യഗണത്തിലായിരുന്നു എന്ന് ചോദിച്ചാലല്ല. പക്ഷെ അവര് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ 70 പേരെ കർത്താവ് അയക്കുന്നതൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശുവിന്റെ കൂടെ ഈ 12 അപ്പോസ്തലന്മാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, അനേകർ യേശുവിനെ ഫോളോ ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ. അതൊക്കെ നമ്മൾ ഈ ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അല്ലെ, 2-3 പേര് വന്ന് ചോദിക്കുന്നില്ലേ, ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ അതിനുശേഷം അവൻ പറയും, എൻ്റെ പിതാവിനെ അടക്കിയിട്ട് ഞാൻ വന്ന് അനുഗമിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ യേശു അതിനെ തിരുത്തുന്നുണ്ട്. ഒരു സമർപ്പണത്തിന്റെ വലിയ തലത്തെ യേശു അവരോട് പറയുന്നുണ്ട്. പിന്നീട് ഒരുത്തൻ അനുഗമിക്കാനായിട്ട് വരുമ്പോ അവനോട് വേറൊരു കാര്യം കർത്താവ് പറയുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ യേശുവിന്റെ യോഹന്നാന്റെ സ്നാനം മുതൽ ഈ 12 പേരല്ലാതെ മറ്റനേകർ യേശുവിനെ ഫോളോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, യേശുവിന്റെ യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത്, അതായത് സ്വർഗാരോഹണം ചെയ്ത് ഒലിവ് മലയിലും അപ്പൊ ഇവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനം എടുക്കുകയാണ്. അതിൽ 2 പേരുടെ പേരാണ് വരുന്നത്. അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർശബ എന്ന യോസഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർത്തി. 2 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്, യോസഫും മത്തിയാസും. ഇങ്ങനെ 2 പേരെയും തിരഞ്ഞെടുത്തതിന് ശേഷം അവര് പ്രാർത്ഥിക്കുകയാണ്. 24-ാമത്തെ വാക്യം, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെ അപ്പോസ്തലത്വത്തിന്റെ സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 2 ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. അതായത് നറുക്കിടുകയാണ്. 2 പേരെഴുതി ഒരു പേപ്പറിൽ എഴുതി അത് മടക്കി ഒരു പ്രാർത്ഥിച്ചു, എന്നിട്ട് അത് നറുക്കെടുക്കുകയാണ്. ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. അങ്ങനെ രണ്ടാമത് നമ്മൾ വായിച്ചു കേട്ട മത്തിയാസ് ഈ ഒരു സ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ, എന്തൊരു ഭാഗ്യമായ ഒരു അവസ്ഥയാണ് മത്തിയാസിന് ലഭിക്കുന്നത്. കാരണം 12 പേരെ കർത്താവ് ചേർത്ത് പിടിക്കുമ്പോഴും ഈ കൂടെ നടക്കുന്ന അവസ്ഥയിൽ നിന്ന് മത്തിയാസ് ഒരിക്കലും തിരിഞ്ഞു പോയില്ല. അതായത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ കുറെ ശിഷ്യന്മാര് മടങ്ങി പോകുന്നുണ്ട്. കാരണം യേശു വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോൾ അത് ഗ്രഹിക്കാൻ കഴിയാതെ കുറെ പേര് തിരിച്ചു പോവുകയാണ്. അതായത് യേശു അപ്പം എടുത്തിട്ട്, ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ ശരീരം ഭക്ഷിക്കാതെ എന്റെ രക്തം കുടിക്കാതെ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഉണ്ടാവുകയില്ല, എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ്, എന്റെ രക്തം സാക്ഷാൽ പാനീയമാണ് എന്നൊക്കെ പറയുമ്പോൾ യേശുവിനെ വിട്ട് അനേകർ, അതുവരെ ഫോളോ ചെയ്ത കുറെ പേര് മടങ്ങിപ്പോയി. ഇവൻ പറയുന്നത് കഠിന വാക്കാണ്, ഇത് ആർക്ക് ഗ്രഹിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവർ മടങ്ങി പോവുകയാണ്. അപ്പൊ യേശു ഈ 12 പേരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ 12 പേര് മാത്രമല്ല, മടങ്ങിപ്പോയവരിൽ കുറെ പേര് പിന്നെ യേശുവിനെ ഫോളോ ചെയ്തു. അതിലുണ്ടായിരുന്ന വ്യക്തികളാണ് യോസഫും മത്തിയാസും ഒക്കെ. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിലും യേശുവിനെ ഉപേക്ഷിക്കാതെ മുറുകെ പിടിച്ച അവർ സഞ്ചരിച്ചവരാണ് ഇവർ 2 പേരും. ഇതില് മത്തിയാസ് അപ്പോസ്തലത്വത്തിലേക്ക് ഉയർത്തപ്പെടുകയും പിന്നീട് യോസഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പിന്നീട് ഒരു മെത്രാപ്പോലിത്തയായി തീരുന്നുവെന്ന്, ഒരു ദേശത്തിന്റെ അധിപതിയായി തീർന്ന ദൈവ ശുശ്രൂഷകനായി ജീവിച്ചു എന്ന് അദ്ദേഹത്തെ പറ്റി വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെ അവർ പോവുകയാണ്. അതുകൊണ്ട് യേശുവിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു നഷ്ടമായി തീരുകയില്ലെന്ന് ഈ 2 പേരുടെ ജീവിതം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീട് 2-ാം അധ്യായത്തിന്റെ ആരംഭത്തെ വാക്യങ്ങൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, നാളെ നമ്മൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, നാളത്തെ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണോ അതൊക്കെ വ്യക്തമാക്കുന്ന ഭാഗമാണ്. ഒന്ന് വായിക്കാമോ? 1 മുതൽ 4 വരെ 2-ാം അധ്യായം. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തെ ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി.
അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കണ്ടോ, പെന്തിക്കോസ്ത് ദിവസം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവരെല്ലാവരും ഒരുമനപ്പെട്ട് കർത്താവായ യേശു പറഞ്ഞതിന് പ്രകാരം കാത്തിരുന്ന് ദാഹത്തോടു കൂടെ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അതായത് പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകം അത് ചില വെളിപ്പെടുത്തലുകളോടുകൂടെയാണ്, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാന്നിധ്യത്തോടു കൂടെയാണ് പരിശുദ്ധാത്മാവ് ഈ ശക്തിയോടുകൂടെ നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്, അത് ചിലപ്പോ കാറ്റടിക്കുന്നത് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മേൽ ഇങ്ങനെ ഒരു എണ്ണ ഒഴുകി അല്ലെങ്കിൽ വെള്ളം ഒഴുകി ഇറങ്ങുന്നത് പോലെ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഷോക്ക് അടിക്കുന്നത് പോലെ ആയിരിക്കാം. ഒരു അമ്മച്ചിയുടെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മേൽ അഗ്നിനാളം വന്ന് പതിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ആയിരിക്കും ചിലർക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നത് പോലെയൊക്കെ ശരീരത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് അനുഭവവേദ്യമായ വിധത്തിലായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ഇറങ്ങുന്നത്. ഇത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയുന്നതിന്റെ ഒരു തെളിവ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു. അപ്പോ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നിറങ്ങുന്നത്? നാവിന്റെ രൂപത്തിലാണ്. അപ്പൊ ഓരോ നിയോഗങ്ങൾക്കനുസരിച്ചാണ് ഈ അഭിഷേകം ഇറങ്ങി വരുന്നത്. എന്തിനാ അപ്പോസ്തലന്മാരുടെ മേൽ നാവായിട്ട്, അഗ്നിനാവായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്? അതായത് ഇവർക്കിനി എന്താ ചെയ്യാനുള്ളത്? ഇവർക്കിനി ചെയ്യാനുള്ളത് ലോകം മുഴുവനും പോയി യേശുവിന്റെ സാക്ഷികളാകണം. സാക്ഷികളാകണമെങ്കിൽ അവരിൽ ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്യേണ്ട അവയവം ഏതാണ്? നാവാണ്. നാവ് കൊണ്ട് യേശുവിനെ പറ്റി അതിശക്തമായിട്ട് പ്രഘോഷിക്കണം എന്നുള്ളതാണ് അവരുടെ നിയോഗം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നത് അഗ്നിനാവായിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാവിനെ നമ്മൾ നന്നായിട്ട് കാത്തു സൂക്ഷിക്കണം. ഇത് വെറുതെ എല്ലാം വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മുടെ നാവിനെ കടത്തിവിടരുത്. അതുകൊണ്ടാണ് ഈ എഫേസ്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്നത്. നാവിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പറഞ്ഞാൽ എന്റെ നാവ് പോലെ നീ ആകുമെന്ന് കർത്താവ് അവിടെ ഒരു വാഗ്ദാനം തരുന്നുണ്ട്. അതുകൊണ്ട് അധമമായതൊക്കെ ഉപേക്ഷിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടെ ഈ പെന്തിക്കോസ്ത് ദിവസം നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് തരുന്നുണ്ട്. നാവ് നന്നായിട്ട് വിനിയോഗിക്കണം എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാമത്തെ വാക്യം എന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാമത്തെ വാക്യം എടുത്തു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയുക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം ഒരു ക്രമീകരണം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിന് ഈ ലോകത്തെ മാനസാന്തരപ്പെടുത്താൻ ഒറ്റ നിമിഷം മതി. അതായത് ഇസ്രായേൽ ജനം സീനായി മലയിൽ ദൈവത്തിന്റെ പ്രത്യക്ഷത കാണുമ്പോൾ അത് സഹിക്കാൻ പോലും കഴിയാതെ ജനം വാവിട്ട് നിലവിളിച്ചുകൊണ്ട് മോശയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മോശെ ഇനി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. ആലോചിച്ചു, ഈ ആകാശത്തിന്റെ വിരിപ്പൊക്കെ മാറ്റി ദൈവം തന്റെ പ്രത്യക്ഷതയെ ഒന്ന് കാണിച്ചാൽ, സ്വർഗത്തിന്റെ വെളിപ്പെടുത്തൽ ഒന്ന് കാണിച്ചാൽ, നരകവും അവിടെയുള്ള ഭീകരതയും കർത്താവ് ഒന്ന് കാണിച്ചു തന്നാൽ ഈ ജനം എത്ര നേരമാണ് മാനസാന്തരപ്പെടാൻ? വാവിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവത്തിന്റെ അടുത്തേക്ക് വരും. ഇനി അതുമല്ലെങ്കിൽ മുഖ്യദൂതനായി മീഖായേലിനെ ഈ ആകാശമധ്യം ഒന്ന് നിർത്തിയാൽ പോരെ. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യില്ല. ദൈവം അങ്ങനെയല്ല ക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്? വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന്
പ്രസാദം തോന്നി. അപ്പൊ ഒരൊറ്റ ഈ വചനം പ്രഘോഷിക്കുക, അത് കേട്ട് വിശ്വസിക്കുക. അതായത് വചനം പ്രഘോഷിക്കാൻ ദൈവം അനേകരെ അഭിഷേകം ചെയ്യും. അത് കേൾക്കുന്നവർ അത് കേട്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കണം, ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഈ ഒരൊറ്റ മാർഗമേ നമുക്ക് മുമ്പിൽ ആര് വെച്ചിട്ടുള്ളൂ? ദൈവം വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ മേൽ അഗ്നി അഭിഷേകമായി, അഗ്നി നാവുകളായി അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? വചനം കേൾക്കാനും വചനം പഠിക്കാനും വചനം അനുസരിക്കാനും ഒക്കെ കൂടുതൽ താല്പര്യമെടുക്കണം. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ അതിനു മുമ്പും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ധനവാൻ അഗ്നി നരകത്തിൽ കിടന്ന് അബ്രഹാം പിതാവിനോട് പ്രാർത്ഥിക്കുകയും അതിന് മറുപടി ലഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ടൊന്നും സാധിക്കാതിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: അബ്രഹാം പിതാവേ, എൻ്റെ 5 സഹോദരന്മാർ ഭൂമിയിൽ എന്നെ പോലെ തന്നെ ദുഷിച്ച ജീവിതം നയിക്കുക, അവരുടെ അടുത്തേക്ക് ലാസറിനെ ഒന്ന് അയക്കണം. മരിച്ചുപോയ ഒരാൾ ചെന്ന് പറഞ്ഞാലെങ്കിലും അവര് മാനസാന്തരപ്പെടുമെന്ന് പറയുമ്പോൾ അബ്രഹാം പിതാവ് പറയുന്നത്, മോശയും പ്രവാചകന്മാരും അവർക്കുണ്ടല്ലോ, അവരുടെ വാക്ക് കേട്ട് അവർ മാനസാന്തരപ്പെടട്ടെ. അപ്പൊ മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന് പറയുമ്പോൾ മോശയും പ്രവാചകന്മാരും പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രവചന ഗ്രന്ഥങ്ങൾ അവരുടെ വീട്ടിലുണ്ട്. അത് എടുത്ത് വായിച്ച് മാനസാന്തരപ്പെടട്ടെ എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്സാരമായിട്ട് കാണരുത്. വേദപുസ്തകം വായിക്കുക, വചനം കേൾക്കുക, വചന ശുശ്രൂഷകളിൽ സംബന്ധിക്കുക, ഇതിനൊന്നും വെറുതെ വില കുറഞ്ഞ കാര്യമായിട്ട് കാണരുത്. കണ്ടോ, പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ, അങ്ങനെ തന്നെ പറയുന്നേ, അതായത് വലിയ വിജ്ഞാനികളൊന്നും അല്ല ദൈവം ഈ കാര്യത്തിനൊക്കെ തെരഞ്ഞെടുക്കുന്നത്. ഈ ലോകത്തിന്റെ അറിവ് കൊണ്ട് നിറഞ്ഞവരെ ഒന്നുമല്ല കർത്താവ് തെരഞ്ഞെടുത്ത. അപ്പോസ്തലന്മാര് അക്ഷര വിദ്യാഭ്യാസം പോലും നന്നായിട്ടില്ലാത്തവരായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ തെരഞ്ഞെടുത്ത് കർത്താവ് അഭിഷേകം ചെയ്ത് വിടുമ്പോൾ അവർക്കെതിരെ നിൽക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു യഹൂദന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കൊരിന്ത് ലേഖനം എടുത്ത് 21 വായിച്ചില്ല. 1:21 മുമ്പിൽ 18ാമത്തെ വാക്യം ഇങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിയിൽ ഇത് പറയുകയും ചെയ്തായിരുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അപ്പൊ വചനം ഉപേക്ഷിക്കുക, വചനത്തിനെതിരെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാശത്തിന്റെ വഴിയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, അതായത് വേദപുസ്തകം വായിക്കുക, ഈ വചനം കേൾക്കുക, ഇതൊക്കെ ഒരു ലോക്കൽ ആളുകൾ ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ വെറുതെ ശക്തി ഇല്ലാത്തവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ഒന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വെറുതെ ഒരു പൊട്ടപ്പണിയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ വചനം അങ്ങനെയുള്ളവർക്ക് നാശത്തിന് ഭവിക്കും. എന്നാൽ അതിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്കോ അത് ദൈവശക്തിയുമായി പരിണമിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലന്മാരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം പറന്നിറങ്ങി ആവസിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പിന്നീട് താഴത്തേക്ക് വായിക്കുമ്പോൾ ഇത് പെന്തിക്കോസ്തി പെരുന്നാളിന്റെ സമയത്താണെന്നാണ് എഴുതി വെക്കുന്നത്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ, അതായത് യഹൂദന്മാരുടെ ജീവിതത്തിലെ പ്രധാന പെരുന്നാളിൽ ഒന്നാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ. അപ്പൊ പെസഹ പെരുന്നാൾ, മിസ്രയീമിന്റെ അടിമത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു വരുമ്പോൾ അതിന്റെ അനുസ്മരണാർത്ഥം അവർ ആചരിക്കുന്നതാണ്. പെന്തിക്കോസ്തി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെസഹായ്ക്ക് ശേഷം 7 ആഴ്ചകൾ പൂർത്തീകരിക്കുമ്പോൾ, അതായത് പെസഹ കഴിഞ്ഞ പിന്നീട് വിളവെടുപ്പാണ്. അവർക്ക് ബാർലി മുതൽ ഗോതമ്പ് വരെയുള്ള വിളവെടുപ്പ് അവർ നടത്തും. ഈ 7 ആഴ്ച കൊണ്ട് വിളവെടുപ്പ് നടത്തിയതിന് ശേഷം അവർക്ക് ലഭിച്ച വിളകളുടെ ഒരംശം, ഒരു ദശാംശം യെരൂശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും അത് ദൈവത്തിന് കാഴ്ചവെച്ച് അവരത് ആഘോഷപൂർവ്വം നടത്തുകയും ചെയ്യുമായിരുന്നു. പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു പെന്തിക്കോസ്തി വാരോത്സവം എന്നൊക്കെ പറയും. അതുപോലെ അങ്ങനെ പല പേരുകൾ അതിനുണ്ട്. യഹൂദന്മാർ ആഴ്ചവട്ടങ്ങളുടെ പെരുന്നാള്, കതിരുകളുടെ പെരുന്നാൾ എന്നുള്ള പേരുകളൊക്കെ അതിന് ഉണ്ട്. 50-ാം ദിവസം എന്നാണ് ഗ്രീക്കിൽ ഇതിന്റെ മൂലഗ്രന്ഥത്തിൽ ഇതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചും യേശുവിന്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസം പെന്തിക്കോസ്തി. യഹൂദന്മാരെ സംബന്ധിച്ച് പെസഹ കഴിഞ്ഞ് പിന്നീട് 50-ാം ദിവസം 49 ദിവസം
പൂർത്തീകരിച്ചു കഴിയുമ്പോൾ പെന്തക്കോസ്തി അവര് ആഘോഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ യെരൂശലേമിൽ യഹൂദന്മാര്, ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ചിതറിക്കപ്പെട്ട യഹൂദന്മാര്, അവര് എല്ലാ പുരുഷന്മാരും വന്ന് എവിടെ എത്തിച്ചേരും? പുരുഷന്മാര് നിർബന്ധമായിട്ട് വരണം എന്നുള്ളതാണ്. സ്ത്രീകളും കൂടെ വരും. അവര് വന്ന് അവിടെ യെരൂശലേമിൽ സമ്മേളിച്ച് ദൈവത്തെ ആരാധിച്ച് അവർക്ക് ഉള്ള നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് അവർ മടങ്ങിപ്പോകുന്ന ക്രമീകരണമാണ്. താഴത്തേക്ക് വായിക്കുമ്പോൾ 5 മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയാണ്? അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടോ, ഈ മുഴക്കം കേൾക്കുമ്പോൾ ഇവരെല്ലാം ഓടി ഇവിടേക്ക് വരിക. ഇത് യെരൂശലേം ദേവാലയത്തിലല്ല സംഭവിക്കുന്നത്. അതിനോട് വലിയ ദൂരമില്ലാത്ത യെരൂശലേമിലെ ഒരു സ്ഥലത്ത് സഹീവൻ ശാലയിൽ, സഹീവൻ മാളികയിലാണിത് സംഭവിക്കുന്നത്. അപ്പൊ ഇത് വലിയ ശബ്ദവും ഈ മുഴക്കവും അതിലുപരി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ വലിയ ശബ്ദത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഈ സ്ലീഹന്മാരുടെ ശബ്ദം കേട്ട്, ഈ കൊടിയ മുഴക്കം കേട്ട് യെരൂശലേം ദേവാലയത്തിലും യെരൂശലേം പട്ടണത്തിലൊക്കെയുള്ള യഹൂദന്മാർ ഓടി ഇവിടേക്ക് വരികയാണ്. അവര് ഇവിടെ ഓടി വന്ന് ഇവര് നിൽക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് പറയുന്നത്: ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി, ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. അതായത് അപ്പോസ്തലന്മാര് ഇങ്ങനെ അന്യഭാഷകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവര് പല മേഖലകളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവരേത് രാജ്യത്ത് നിന്ന് വന്നോ, അവരേത് ഭാഷ ഉപയോഗിക്കുന്നോ ആ ഭാഷയിൽ ഇവർക്ക് ഇത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു അടയാളമാണ്, ഒരു ശക്തിയാണ്. ഈ നമ്മുടെ ഒസ്താത്യോസ് തിരുമേനിയെ പറ്റിയൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒസ്താത്യോസ് തിരുമേനിക്ക് അന്യഭാഷാ വരം ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വേറെ ഭാഷകളിലുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ നാവിലൂടെ കയറി പോകാറുണ്ടായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ കേൾക്കാനായിട്ട് എനിക്കിടയായി തീർന്നിട്ടുണ്ട്. അത് സഭയിൽ ഉണ്ടായിരുന്ന ആദിമസഭയിൽ ഇത് ശക്തമായിരുന്നു. ഇപ്പോഴും അതൊക്കെ പലയിടങ്ങളിൽ ഉണ്ട്. പക്ഷെ അതത്ര ശക്തമല്ല. കാരണം അന്യഭാഷ ആ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അത്ര ആവശ്യമില്ല. കാരണം എല്ലാ ഭാഷകളിലും വേദപുസ്തകം തർജ്ജിമ ചെയ്യപ്പെട്ടു. യേശുവിനെ പറ്റി പ്രഘോഷണങ്ങൾ എല്ലാ ഭാഷകളിലുമായി. ഈ കാലഘട്ടത്തിൽ അതിന് വലിയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ് അത്ര ശക്തമായിട്ട് ഇല്ലാതിരിക്കുന്നത്. പിന്നീട് ഇവരിങ്ങനെ വന്ന് യഹൂദ മതാനുസാരികളും എങ്ങനെയാ പറയുന്ന ക്രേത്യരും അറബിക്കാരുമായി നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് കുറച്ച് ആളുകൾ ഇത് ഭ്രമിച്ച് ചഞ്ചലിച്ചു. എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. അതിനെ കുറച്ച് ആളുകൾ പരിഹസിച്ച് ഇവര് പുതുവീഞ്ഞ് കുടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് നാം വരികയാണല്ലോ. ദൈവത്തിന്റെ ആത്മാവിൽ നിറയാനും പൂരിതരാകാനും ദൈവിക ശക്തി കൊണ്ട് നിറയാനും ആഗ്രഹത്തോട് ദാഹത്തോടു കൂടെ നമുക്ക് പരിശ്രമിക്കാം. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ആരംഭ വാക്കുകൾ ഇത് യോവേൽ പ്രവാചകന്റെ പ്രവചനത്തിൽ ഉള്ള പൂർത്തീകരണമാണ്. യോവേൽ 2:28-32 വരെയുള്ള വാക്യങ്ങൾ: അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. അടുത്തയാഴ്ച അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവാത്മാവിന്റെ വലിയൊരു ചൈതന്യം കൊണ്ട് നിറയാനുള്ള ആഗ്രഹത്തോടുകൂടെ നാളത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാപന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ ആവാസവും സംബന്ധവും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരുടെ മേലും, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും, നാളത്തെ പെന്തക്കോസ്തി ശുശ്രൂഷയുടെ മേലും, ലോകവ്യാപകമായി നടത്തപ്പെടുന്ന പെന്തക്കോസ്തി ആരാധനയുടെ മേലും, ആരാധകരുടെ മേലും, കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു.